തൃശൂർ കോർപ്പറേഷനിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാജ വോട്ട് ചേർക്കൽ. പൂത്തോൾ ഡിവിഷനിൽ 44-ാം ബൂത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 4 കള്ളവോട്ടുകൾ ചേർത്തു. 2015-ൽ വീട് വിറ്റവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു. 4 പേരിൽ ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്. 15 വർഷം മുൻപ് താമസം മാറിപ്പോയ യൂത്ത് കോൺഗ്രസ് നേതാവും പൂത്തോൾ ഡിവിഷനിൽ വോട്ട് ചെയ്യുന്നു. CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ വ്യാപക കള്ളവോട്ട് ചേർക്കൽ. തൃശൂർ കോർപ്പറേഷൻ പൂത്തോൾ ഡിവിഷനിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി സുധീറിന്റെ നേതൃത്വത്തിൽ ചേർത്തത് 4 കള്ളവോട്ടുകൾ. 2015-ൽ വീട് വിറ്റുപോയവരുടെ വോട്ടാണ് ഇപ്പോഴും അതേ ബൂത്തിലുള്ളത്. 2015-ൽ വീട് വിറ്റ സഹിത, ഷമിത, ഷംസുദ്ദീൻ, ഹാരിസ് എന്നിവരാണ് CPM നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് BLO വഴി 44-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ ഷമിതയ്ക്ക് പൂത്തോളിന് പുറമെ കോർപ്പറേഷനിൽ മറ്റൊരു ബൂത്തിലും വോട്ടുണ്ട്. 2015-ൽ ഇവർ വീട് വിൽക്കുകയും 2016-ൽ പുതിയതായി വാങ്ങിയാൽ പേരിൽ ചേർത്ത് കരമടയ്ക്കുകയും ചെയ്തിരുന്നു. അതിന്റെ രേഖകളടക്കം ജനം TVക്ക് ലഭിച്ചു. പൂത്തോളിൽ നിന്നും 15 വർഷം മുമ്പ് താമസം മാറിപ്പോയ നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനും പൂത്തോളിൽ തന്നെയാണ് ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത്. മിഥുൻ മുൻപ് താമസിച്ചിരുന്ന പാതി തകർന്ന വീട് മാത്രമാണ് നിലവിൽ പൂത്തോൾ ഡിവിഷനിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് താമസം മാറിപ്പോയ നിലവിലെ അരനാട്ടുകര സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ബിന്ദു ചന്ദ്രനും വോട്ട് ചെയ്യുന്നത് പൂത്തോളിലാണ്. ഇത്തരത്തിൽ ഡിവിഷനിൽ താമസക്കാരല്ലാത്ത 72ഓളം പേരാണ് CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വങ്ങൾ പൂത്തോൾ 44-ാം ബൂത്തിൽ മാത്രം അനധികൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ വോട്ടുകളാണ് ഈ നാല് വോട്ടുകളും. അതിൽ ഒരാൾക്ക് കോർപ്പറേഷൻ ഡിവിഷനിൽ 2 സ്ഥലങ്ങളിൽ കള്ള വോട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ ആ സ്ത്രീക്ക് വോട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇതേ രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് വീട് വിറ്റ് പോയതിന് ശേഷവും 15 വർഷത്തിന് ശേഷവും അദ്ദേഹം അവിടെ വന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഇരട്ട വോട്ട് അദ്ദേഹത്തിനുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് വലിയ തോതിൽ ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിൽ കള്ളവോട്ട് ചേർക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. സമാന നിലയിൽ തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിൽ CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിൽ വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. മുൻ MLA തോമസ് ഉണ്ണിയാടിന്റെ നേതൃത്വത്തിൽ മാത്രം 6 കള്ളവോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. മുൻ MLAയുടെ മേൽവിലാസത്തിൽ തന്നെയാണ് ഈ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ജനം, തൃശ്ശൂർ.